നമസ്കാരം. പാതി നോമ്പിങ്ങെത്തി. ഇസ്രായേൽക്കാരുടെ മരുഭൂപ്രയാണ കാലത്ത് പാളയത്തിന് നടുവിൽ മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ നോക്കിയവർ സർപ്പവിഷബാധയിൽ നിന്നും രക്ഷിതരായതുപോലെ സാത്താന്യ ദംശനമേറ്റ് പാപവിഷം ബാധിച്ചതായ മനുഷ്യർ കുരിശിലേക്ക് നോക്കുവാൻ തന്മൂലം പാപരോഗങ്ങളിൽ നിന്നും സൗഖ്യം നേടാനുമാണ് ആഹ്വാനം. കുരിശിലേക്ക് നോക്കിയാൽ നാം കാണുന്നത് മനുഷ്യപുത്രനെയാണ്. കുറെ കൂടെ മൗനത്തോടെ ശ്രദ്ധിച്ചാൽ അവൻ്റെ മരണമൊഴികൾ നാം കേട്ടു തുടങ്ങും. ഗോഡ് സ്പീക്സ് ഫ്രം ദ ക്രോസ് എന്ന ചെറിയ പുസ്തകം ആന്റണി എം കുനിയാരസിൻ്റെതാണ്. ദ സ്പീച്ച് ഫ്രം ദ പുൾപിറ്റ് ഓഫ് ദ ക്രോസ് എന്നാണ് അയാൾ ഇതിൽ കുരിശിലെ മൊഴികളെ വിശേഷിപ്പിക്കുന്നത്. വെള്ളത്തിലൊഴുകുന്ന വഞ്ചി, മലമുകൾ, തെരുവോരങ്ങൾ, പള്ളിയിലെ പീഠങ്ങൾ, വിരുന്നുശാലകൾ, ഇങ്ങനെ പലതും യേശുവിൻ്റെ പ്രഭാഷണ വേദികളായിരുന്നു. എന്നാൽ ഒടുവിലിത കുരിശിലും അവൻ ചിലതൊക്കെ പറയുന്നുണ്ട്. എല്ലാ മനുഷ്യപുത്രന്മാരുടെയും ജീവിതത്തിൽ പ്രായോഗികമാകാനാവുന്ന ചില മനോഭാവങ്ങളുടെ സമാഹാരമായി നാം ഇതിനെ സ്വീകരിക്കേണ്ടതായുണ്ട്. ആദ്യത്തേത് ഒരു പ്രാർത്ഥനയാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. മരണവേദനയിലും അവൻ്റെ കരുതൽ മറ്റുള്ളവരിലേക്കാണ്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ തകർക്കുന്ന ഒന്നാം മൊഴിക്ക് ശേഷം അവൻ സംസാരിക്കുന്നത് തൊട്ടടുത്ത കുരിശിലെ കള്ളനോടാണ്. തന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞവനോട് നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്നാണ് മറുപടി. ശരിക്കും ശാപമുയരേണ്ട നിമിഷങ്ങളിൽ പോലും അനുഗ്രഹവചസ്സുകൾ മനുഷ്യപുത്രന്മാർക്ക് സാധ്യമാണ് എന്നൊരറിവ് വീണ്ടും അവൻ ഏകുകയാണ്. വാട്ട് എ ബ്ലെസ്സിങ് ദാറ്റ് വാസ്. യു വിൽ ബി വിത്ത് മീ. വാട്ട് എ കമ്പാനിയൻഷിപ്പ് ഇൻ പാരഡൈസ്. വാട്ട് എ പ്ലേസ്. ശരിക്കും കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണം പ്രിയരെ. മൂന്നാമത് യോഹന്നാൻ്റെ പക്കൽ അമ്മയെ ഏൽപ്പിക്കലാണ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു. സ്വന്തം രക്ഷാർത്ഥമുള്ള ഓട്ടങ്ങൾക്കിടയിൽ സൗകര്യപൂർവമായി നമ്മിൽ വരുന്ന ഒരു മറവി രോഗമുണ്ട്. നമ്മെ നാമാക്കി തീർത്തവരെ വല്ലാതെ മറക്കരുത്. കുരിശ് വരയ്ക്കുമ്പോഴും കുരിശ് ധരിക്കുമ്പോഴും. നാലാമത് എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്നൊരു നിലവിളിയാണ്. ഏയ് മനുഷ്യപുത്ര, നിന്റെ വേദനകളുടെ എത്ര ആഴത്തിലും നിനക്കൊരു സാധ്യതയുണ്ട്. എൻ്റെ ദൈവമേ എന്നൊരു വിളിയുടെ സാധ്യത. ട്രൂലി ദ നീഡ് ഓഫ് ഗോഡ് ഫോർ എവറി ഹ്യൂമൻ ബീയിങ് ഈസ് എംഫസൈസ്ഡ്. അഞ്ചാമത് എനിക്ക് ദാഹിക്കുന്നു. രണ്ട് വിധത്തിലാണ് ഇത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഈ ദാഹം അവൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ സൂചനയായും അതേസമയം തന്നെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷാർത്ഥമുള്ള ദൈവത്തിൻ്റെ ദാഹമായും പറയുന്നുണ്ട്. ഗ്രിഗറി നസിയാൻസിൻ്റെ വാക്കുകളിൽ അൺലെസ് വി ടു തേഴ്സ്റ്റ് ഫോർ ഗോഡ് ആസ് ജീസസ് തേഴ്സ്റ്റ് ഫോർ അസ് വി ഷൽ നെവർ ഫൈൻഡ് ഹിം എന്നാണ്. ആറാമത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി. നിയോഗങ്ങളിലെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പൂർത്തീകരണത്തെ മാത്രമല്ല ഇത് ഓർമ്മിപ്പിക്കുന്നത്, അതൊരു പുതിയ തുടക്കത്തെയും കുറിക്കുകയാണ്. പുതിയ പ്രത്യാശയെ നൽകുന്നു. ഏഴാമത് ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ചുറ്റും ഇരുട്ട് പരക്കുകയാണ്. പരിഹാസങ്ങളും പുളിച്ച വീഞ്ഞും കുന്തത്താലുള്ള മുറിവും ചീട്ടിടലുകളും ചുറ്റുമുണ്ട്. എന്നാൽ അവയെല്ലാം അതിൻ്റെ വഴിയെ വിട്ട് എത്രമേൽ സ്വസ്ഥമായി അവൻ തൻ്റെ ആത്മാവിനെ അനന്തമായ സ്നേഹത്തോട് ചേർത്ത് വെക്കുകയാണ്. ശരിക്കും എത്ര പാഠങ്ങളാണല്ലേ. കുരിശിലേക്ക് നോക്കിയാൽ, ഒന്ന് ചെവിയോർത്താൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. തിക്താനുഭവങ്ങൾക്കിടയിലും മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുവാനും സമീപിക്കുന്നവർക്ക് അനുഗ്രഹം പകരുവാനും കരുതേണ്ടവരെ മറക്കാതിരിക്കാനും അവനെ പൂർണ്ണ മനസ്സോടും ശക്തിയോടും വിളിക്കുവാനും പൂർണ്ണ ആത്മാവോടെ അവനായി ദാഹിക്കുവാനും നിയോഗങ്ങൾ പൂർത്തീകരിക്കുവാനും അവൻ്റെ സ്നേഹത്തിൽ മാത്രം പൂർണ്ണമായി അമരാനും നമുക്ക് പഠിക്കണം. കുരിശിൻ്റെ പാഠങ്ങൾ
നമ്മുടെ പാപരോഗങ്ങളിൽ നിന്ന് നമ്മെ സുഖപ്പെടുത്തണം. നമസ്കാരം.